എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? ഇപ്പോഴും അമ്മമാര് പെണ്ണ് കയറി വരുമ്പോ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഒന്നാണ്, നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാമോടി? അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ഓപ്പോസിറ്റ് മെയിൽസിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, നിനക്ക് ജോലിയുണ്ടോ? തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും അവിടെ ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഹനം ഉപയോഗിക്കുന്ന പോലും ദുരുപയോഗം ചെയ്യും. അതിന് പ്രോപ്പർ ആയിട്ടൊരു ഗൈഡ് ലൈൻസും ആ ഗൈഡ് ലൈൻസ് പാലിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള ശിക്ഷയുമുണ്ട്. സ്ത്രീപക്ഷ നിയമങ്ങൾ എന്താണുള്ളത്? 5000 രൂപ ഫൈനോ? ഒരു വ്യാജ റേപ്പ് കൊടുക്കുന്ന ഒരു 500 രൂപ ഫൈൻ മിസ്യൂസ് ചെയ്യുന്നോണ്ട് ഇത്തരം നിയമങ്ങൾ വേണ്ടെന്നാണോ? ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. ഇങ്ങനത്തെ നിയമങ്ങൾ വെക്കുമ്പോ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ചെറ്റകളെ ഒതുക്കി നിർത്തണം. ഇവിടെയുള്ള പ്രിവിലേജ് ആയിട്ടുള്ള പുരുഷന്മാര് മാത്രമേ പ്രിവിലേജ് ആണ് ആണുങ്ങൾക്കുള്ളത്. അത് പിന്നെ വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. താങ്കളുടെ പേരിൽ ഒരു സ്ത്രീ പരാതി കൊടുത്തു, താങ്കൾ പീഡിപ്പിച്ചു. പൊന്നെ ഉദാഹരണല്ലേ പറയണേ. താങ്കളെ കേൾക്കില്ല, എന്ത് ചെയ്യും? താങ്കളുടെ ലൈവ് ലൊക്കേഷൻ ഇട്ട് താങ്കളെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്തതിനു ശേഷം 14 ദിവസം റിമാൻഡ് ചെയ്യും. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അതായത് 5-6 വർഷങ്ങൾക്ക് ശേഷം താങ്കൾ നിരപരാധിയാണെന്ന് തുടങ്ങി. ആ താങ്കൾ അനുഭവിച്ച മെന്റൽ അഗണി, താങ്കൾക്കുണ്ടായ ഡിഗ്നിറ്റി, താങ്കൾക്ക് ഫാമിലിക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമല്ലോ. ഇതൊരു മർഡർ കേസിൽ ഉണ്ടാവില്ലേ? ദൈവമേ, എന്റെ വായിൽ ഒരു തെറി പോലും വരുന്നില്ലല്ലോ. മരണം നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കും. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ആളെ അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ പീഡന കേസിലെ പോലെ പെണ്ണ് പോയി പരാതി കൊടുത്ത ഉടനെ ആളെ തൂക്കിയെടുത്ത് അകത്തുന്ന പരിപാടിയില്ല. ഉളുപ്പുണ്ടോ ചക്കണക്ക്? ഇപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്ത്രീകളാണ്. നീ ഇപ്പൊ ഇത് പറയുന്ന ഉദ്ദേശം എന്താ? സംവരണം എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അതാണ് യഥാർത്ഥത്തിൽ നിയമനിർമ്മാണം നടത്തുന്നത്. അവിടെ എത്ര സ്ത്രീകളുണ്ട് മാഡം? അതെ, രത്നകുമാരി അമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. ഏത് സ്ത്രീകളാണ് ഈ അർദ്ധരാത്രി പോയി പോസ്റ്റർ ഒട്ടിക്കാനും അടികൊള്ളാനും സമരം കൊള്ളാനും വാട്ടർ കണ്ടും പോകുന്നത്? ഈ കാര്യത്തിൽ അനന്തരം ഞാനും പിന്താങ്ങും. അല്ല, എല്ലാം ഉരുട്ടി അണ്ണാക്കിലോട്ട് തരണം സ്ത്രീകളുടെ. പുരുഷന്മാർ കഷ്ടപ്പെട്ടോട്ടെ എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം, എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കേരളത്തില് ഇലക്ഷന് നിൽക്കാൻ പ്രായപരിധി കഴിഞ്ഞ എല്ലാവർക്കും നോമിനേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. ഉണ്ടോ? ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം സത്യമല്ലേ ചേട്ടാ? അവസരമുണ്ടോ? എങ്കിൽ പിന്നെ കച്ചത്തുള്ളത് പോകാണ്ടിരിക്കാനും ഉത്തരത്തുള്ളത് എടുക്കാനും വേണ്ടി നീ ഒരുമിച്ച് ചാർന്ന കേട്ടോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തിനാ രാത്രി പോസ്റ്റർ ഒട്ടിക്കാൻ വേണം? നിങ്ങൾ പകലൊട്ടിച്ചു. രാവിലെ പണിക്ക് പോകണം. ഭാവിയിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പണിക്കും പോയിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ പണിക്ക് പോയാലും അവൾക്ക് പിന്നെയും ചെലവിന് കൊടുക്കേണ്ടത് ഇവന്റെ ഉത്തരവാദിത്വം. അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. പെട്ടെന്നുള്ള ദേശത്ത് കൊച്ചി ഒന്ന് കയർത്തു, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ കണ്ടില്ലാന്ന് വെച്ചാൽ